ബിന്ദു കൃഷ്ണയും വി.ഡി. സതീശനും തുഷാർ വെള്ളാപ്പള്ളിയുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും തിണ്ണ നിരങ്ങിയതിനെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസ് ലീഗ് നേതാക്കൾ. അടപടലം പ്രതിഷേധമാണ്. കോൺഗ്രസുകാർ പ്രതിഷേധിക്കുന്നതോ അതിനെക്കുറിച്ച് പരാമർശം പറയുന്നതിനോ മുമ്പ് വീണ്ടും ഈ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ടത് മുന്നണി മര്യാദയുടെ സീമകൾ ഒരിക്കൽ പോലും ലംഘിക്കാതെ കൂടെ ചേർന്ന് നിന്ന് എന്നും UDFന്റെ ഒരു റെസൊല്യൂഷൻ ഫാക്ടറായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലീഗിനെ എത്രമേൽ വലിയ അപഹാസ്യപരമായ കാര്യങ്ങളിലേക്കാണ് UDF തള്ളിവിടുന്നത്, കോൺഗ്രസ് തള്ളിവിടുന്നത് എന്നുള്ളതാണ്. എത്ര ഇൻസിഡന്റുകളുണ്ട് നമുക്കിങ്ങനെ എടുത്തു പറയാനായി. കോൺഗ്രസ് ലീഗിനെ അനാഥമായി നഗ്നമാക്കി സമൂഹത്തിൽ നിർത്തിയതിന്റെ ഉദാഹരണങ്ങൾ. എന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കോംപ്രമൈസിന് വേണ്ടി, ഒരു സൊല്യൂഷന് വേണ്ടി പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലും കുഞ്ഞാപ്പയുടെ മുറ്റത്തേക്കുമൊക്കെ പോയി പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്ന കോൺഗ്രസും UDFുമാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയ നാവിനെതിരെ പറഞ്ഞതിന്റെ പേരിൽ കൂടിയാണ് കോൺഗ്രസ് ജയിച്ചത് എന്ന് പറയുന്നിടത്തു നിന്ന്, UDF ജയിച്ചത് എന്ന് വിശ്വസിക്കുന്നിടത്തു നിന്ന് ബിന്ദു കൃഷ്ണയും വി.ഡി. സതീശനും ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ആൻസർ അവർ പറയുമോ? എല്ലാത്തിനും നിങ്ങളോട് ഞാൻ ആൻസർ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞ വി.ഡി. സതീശൻ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയത് ഈ രാഷ്ട്രീയ കേരളം കണ്ടതാ. എത്രമേൽ വലിയ അപകടകരമായ പിന്നോട്ട് പോവൽ നമ്മൾ കണ്ടതല്ലേ. എനിക്ക് മറുപടി പറയാൻ തോന്നുന്നിടത്ത് മാത്രം ഞാൻ നിങ്ങളോട് മറുപടി പറയും എന്ന് പറഞ്ഞ് അവസാനം ഒരു മാധ്യമ പ്രവർത്തക ചോദ്യം ചോദിച്ചപ്പോൾ പോലും അതിനെ അവഗണിച്ചുകൊണ്ട്, നെഗ്ലക്ട് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നത് നമ്മൾ കണ്ടു. ബിന്ദു കൃഷ്ണയോട് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ലോക ക്ഷീരദിനം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹാസ രൂപേണ നടന്നു പോയി എന്നുള്ളതാണ്. എത്ര സ്ഥലത്താണ് ലീഗ് ആൻസർ ചോദിക്കുമ്പോൾ ലീഗിന് ആൻസർ വേണ്ടിടത്ത്, ലീഗിനെ തൃപ്തിപ്പെടുത്തേണ്ടിടത്ത് പെടുത്താതെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഓരോ സമയത്തും അർഹിക്കുന്നത് നൽകാതെ ലീഗിനെ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം. എന്തുണ്ടെങ്കിലും ലീഗ് കോൺഗ്രസ് വിട്ടു പോവില്ല. ലീഗ് നമ്മളോടൊപ്പം നിൽക്കും. മുന്നണി മര്യാദയുടെ സീമകൾ ലംഘിക്കാൻ പച്ച രാഷ്ട്രീയം പേറുന്നവർ ഒരിക്കലും മുതിരില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കോൺഗ്രസ് നയിക്കുന്ന UDF ലീഗിനെ വഞ്ചിച്ച് ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. ലീഗാണ് എല്ലാം എന്ന് പറയുമ്പോൾ ആ സ്തുതിഗീതത്തിൽ എല്ലാം ഒതുക്കി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്.